ഒമാനിൽ നിയമമേഖലയിലെ തൊഴിലുകളും പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുന്നു. വിദേശികളുടെ പങ്കാളിത്തത്തിൽ നടത്തുന്ന നിയമ സ്ഥാപനങ്ങൾ 3 വർഷത്തിനുള്ളിൽ സ്വദേശിവൽക്കരിക്കണമെന്നാണ് ഉത്തരവ്. വിദേശികൾ മാത്രം നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ, ലീഗൽ കൺസൾട്ടൻസി എന്നിവ 1 വർഷത്തിനുള്ളിൽ ഈ നിയമം നടപ്പാക്കണം. ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് 1 വർഷം വരെ തുടരാവുന്നതാണ്. ഈ കാലയളവിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. മന്ത്രിമാർ, സ്റ്റേറ്റ് കൗൺസിൽ, മജ്ലിസ് ഷൂറ, പബ്ലിക് പ്രോസിക്യൂഷൻ, സ്റ്റേറ്റ് ഭരണമേഖല, കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വക്കീലായോ നിയമോപദേഷ്ടാവായോ ജോലി ചെയ്യുന്നവർക്ക് ആ മേഖലയിൽ പൂർണ്ണമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഈ വിഭാഗക്കാർ പ്രാക്ടീസ് ചെയ്യാത്ത വക്കീലന്മാർ, പ്രാക്ടീസ് ചെയ്യാത്ത നിയമോപദേഷ്ടാക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുക. എന്നാൽ വിദേശി വക്കീലന്മാർക്ക് കൺസൾട്ടിംഗ് ഓഫീസുകൾ തുറക്കാൻ അനുവാദമുണ്ട്. ഇത് വിദേശികൾക്ക് സ്വന്തമായോ ഒമാനികളുടെ പങ്കാളിത്തത്തോടെയോ നടത്താൻ കഴിയും. വക്കീലന്മാരുടെയോ നിയമോപദേഷ്ടാക്കളുടെയോ വിഷയത്തിൽ നിലവിൽ നടപ്പിലാക്കുന്ന നിയമം ലംഘിക്കുന്നവർക്ക് 6 മാസം മുതൽ 3 വർഷം വരെ തടവും 300 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. ബന്ധപ്പെട്ട പാർട്ടികൾക്ക് വേണ്ടി ഹാജരാവുക, കോടതിയിൽ ഇത്തരക്കാരെ പ്രതിനിധീകരിക്കുക, പബ്ലിക് പ്രോസിക്യൂഷൻ, ഒമാനിലെ നിയമ ബോഡികൾ, തെളിവുകൾ ശേഖരിക്കുക തുടങ്ങിയവ നിയമജോലികളിൽ ഉൾപ്പെട്ടതാണ്. അതോടൊപ്പം ആവശ്യമുള്ളവർക്ക് നിയമോപദേശം നൽകുക, ആവശ്യമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി കൊടുക്കുക എന്നിവയും കമ്പനികൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുക എന്നിവയും നിയമജോലികളായി പരിഗണിക്കപ്പെടുന്നതാണ്. മീഡിയ 1, മസ്കത്ത്.